നൈറ്റി ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ്. കട്ട് ചെയ്ത ക്രോസ് പീസ് കഴുത്തിന് വയ്ക്കാനുള്ള ക്രോസ് പീസ് ജോയിൻ ചെയ്യുക. ശേഷം ഇത് രണ്ടായിട്ട് ഇങ്ങനെ മടക്കി അടിക്കുക. 1 ഇഞ്ച് വീതിയുള്ള പീസാണ് ക്രോസിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു വശത്തെ കൂടി അടിക്കുക. ബാക്ക് പീസാണ്. ബാക്ക് കഴുത്തിൽ ക്രോസ് പീസ് വെച്ച് അടിക്കുക. ബാക്ക് കഴുത്ത് അടിച്ചിട്ടുണ്ട്. ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ കറക്റ്റായിട്ടിരിക്കും. എന്നിട്ട് ഇതിൻ്റെ മീതെ കൂടി തയ്യൽ ഈ ഫ്രണ്ട് കഴുത്ത് നമ്മൾ ഒരു റൗണ്ട് ഷേപ്പിലുള്ള നെക്കാണ് തയ്ക്കുന്നത്. റൗണ്ട് ഷേപ്പുമ്പോൾ ലേസൊക്കെ വെച്ചിട്ട് തയ്ക്കുകയാണ്. ഫ്രില്ല് വേണമെങ്കിൽ ഫ്രില്ല് വയ്ക്കാം. ഇപ്പം ഞാൻ റൗണ്ട് ഷേപ്പിലാണ് തയ്ക്കുന്നത്. ഇത് ചീത്ത വശത്തേക്ക് മറിച്ചിടുക. എന്നിട്ട് ഇതിന് കറക്റ്റായിട്ട് വയ്ക്കാം. കഴുത്ത് നമ്മൾ കറക്റ്റായിട്ട് വയ്ക്കാം. ഇവിടെ ഒരു സേഫ്റ്റി പിൻ കുത്തി കൊടുക്കാം. നമുക്ക് ഇവിടെ നിന്ന് അടിച്ചു കൊടുക്കാം. 4 ഇഞ്ച് ഡിസ്റ്റൻസിൽ അടിക്കുക. കറക്റ്റായിട്ട് ഈ പീസ് ഇങ്ങനെ വെച്ച് കൊടുത്ത് അടിക്കുക. ഇത് ഞാൻ ബാക്കി വന്ന പീസിൽ നിന്ന് ജോയിൻ ചെയ്തെടുത്ത പീസാണ് കേട്ടോ. കറക്റ്റാക്കി വെച്ചിട്ട് മടിക്കുമ്പോൾ ഇങ്ങനെ നോക്കണം. ചിലപ്പോൾ തെന്നിയൊക്കെ പോകും. അപ്പോൾ അതിനാണ്
സേഫ്റ്റി പിന്നെ കറക്റ്റാക്കി വെച്ചിട്ട് ഇങ്ങനെ കുത്തണം. കറക്റ്റാക്കി അടിച്ചു പോകും. പിന്നെ ഒരു മിനിറ്റ്. എന്നിട്ട് ഇതിനെ മറിച്ചിടുക. നല്ല വശത്തേക്ക് മറിച്ചിടുക. അപ്പം നമുക്ക് ഇങ്ങനെ കിട്ടും. ഇങ്ങനെയാണ് ഇതിനൊക്കെ കിട്ടണം. ഇതിന് ഇങ്ങനെ പിടിച്ച് ഒരു തയ്യലിട്ടു. ഇങ്ങനെ കറക്റ്റായിട്ട് തയ്യലിട്ട് അതിനവിടെ സേഫായിട്ട് ഇരുത്തി. അതിന് ശേഷം ഇവിടെ നമ്മൾ അയൺ ചെയ്തിട്ടുണ്ട്. അരിക് അയൺ ചെയ്ത് ഇങ്ങനെ എടുക്കുക. അയൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ കൈ വെച്ച് കൊടുക്കുക. അത് ചെയ്യാവുന്നതാണ്. അരിക് ഒന്ന് മടക്കിയെടുക്കുക. ഇതുമ്മ പിടിപ്പിക്കുന്നതിന് മുന്നേ ചെയ്യാവുന്നതാണ്. തലീസൊക്കെ വെച്ച് അതിന് ശേഷവും ഇതുമ്മ പിടിപ്പിക്കാം. ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ചെറുതായിട്ട് മടക്കി കൊടുത്തിട്ട് ചെയ്യാം. ഇങ്ങനെ ഇനി നമുക്ക് ലേസ് പിടിപ്പിക്കാം. ഇതുമ്പോൾ നമുക്കിങ്ങനെ ലേസ് വെച്ച് കൊടുക്കാം. ഇതേപോലെ ലേസ് ഇങ്ങനെ റൗണ്ടിൽ വെച്ച് കൊടുക്കാം. ഇതുപോലെ റൗണ്ടിൽ ലേസ് വെച്ച് കൊടുക്കാം. ലേസ് വെച്ചിട്ട് കാണിക്കാം. കാരണം വെള്ള നൂലിടാൻ കഴിഞ്ഞു. അതുകൊണ്ട് ലേസ് വെച്ചതിന് ശേഷം കാണിക്കാം. ഇനി നമുക്ക് സ്ലീവ് തയ്ച്ചെടുക്കാം. നമ്മളിവിടെ നാച്ച് ഇട്ട് വെച്ചിട്ടുണ്ട് ഫ്ലീറ്റ് ഇടാനുള്ളത്. പഫ് സ്ലീവിന് വേണ്ടിയിട്ട് തയ്ക്കാം. ചെറിയ ചെറിയ ഫ്ലീറ്റ് ഇട്ട് കൊടുക്കാം.
ഇനി ആച്ചിട്ടെടുത്ത് വരെ ചെറിയ ചെറിയ പ്ലേറ്റ് കൊടുക്കാം. ഞാൻ ചെറിയ പഫ് മതി അതുകൊണ്ടാണ് ഞാൻ 2 ഇഞ്ച് ക്യാപ്പ് ഹൈറ്റാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. കുറച്ചും കൂടി പഫ് വേണമെന്നുണ്ടെങ്കിൽ ഈ ക്യാപ്പ് കിട്ടുമ്പോൾ 3 ഇഞ്ച് ക്യാപ്പ് ഹൈറ്റ് നമ്മൾ എടുത്താൽ മതി. അപ്പോൾ കൂടുതൽ പഫ് കിട്ടും. ഇനി ഇവിടെ നമുക്ക് ഇലാസ്റ്റിക് ഇടാനുള്ളതാണ്. ഈ അറ്റം ഞാൻ മടക്കി അടിക്കുന്നില്ല, തേരായതുകൊണ്ട് ഇവിടെ മടക്കി ഞാൻ അടിക്കുന്നില്ല. ഈ 1 ഇഞ്ച് നമ്മൊന്ന് ഇങ്ങനെ വരിയിട്ട് കൊടുക്കുക കറക്റ്റായിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെ വരിയിട്ട് കൊടുക്കുക. ഇലാസ്റ്റിക് വയ്ക്കാനുള്ളതാണ്. ഞാനൊരു 10 ഇഞ്ച് നീളമുള്ള ഇലാസ്റ്റിക്കാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് കുറച്ച് സ്ഥലം വിട്ടതിന് ശേഷം ഇലാസ്റ്റിക് വയ്ക്കുക. ശേഷം ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വലിച്ചു കൊടുത്തടിക്കണം കേട്ടോ. അപ്പോഴാണ് നമ്മൾ ചുരുക്ക് വീഴുന്നത്. ഇങ്ങനെ വലിച്ചാൽ മതി. ആ മാർക്കിൽ കൂടി തന്നെ അടിച്ചു പോകും. ഇവിടെയും തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് ലാസ്റ്റ് അല്ല, ഇവിടെ ചുരുക്കമായിട്ടുള്ള ഇലാസ്റ്റിക് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഇലാസ്റ്റിക്കിന് നമുക്ക് കാണാതിരിക്കാൻ, ഇലാസ്റ്റിക് കാണാത്ത രീതിയിൽ അടിക്കണമെങ്കിൽ ഇതുപോലുള്ള ഒരു ചെറിയൊരു പീസ് എടുത്തിട്ട് ഇതിനെ ഇങ്ങനെ 2ആയിട്ട് ഫോൾഡ് ചെയ്യാം. എന്നിട്ട് ഇവിടെ പതിച്ച് വെച്ചിട്ട് ആ ഒരു ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യില്ലേ, അവിടെ കൊണ്ടുവന്ന് പതിച്ച് വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് പതിച്ച് ഈ സൈഡും ഒരേ അടി കൊടുക്കാം. ശേഷം ഇതിൻ്റെ ഉള്ളിൽ കൂടി ഇലാസ്റ്റിക് കയറ്റി കഴിഞ്ഞാൽ ഇത് കാണൂല കേട്ടോ. ഇലാസ്റ്റിക് കാണാത്ത രീതിയിൽ അടിക്കാം. ഞാനിപ്പോൾ ഇങ്ങനെയാണ് അടിച്ചേക്കുന്നത്. അല്ല, ഇങ്ങനെ പഫുള്ള ഒരു സ്ലീവായി. ഇതുപോലെ തന്നെ നമ്മൾ 2 സ്ലീവും അടിച്ചെടുക്കും. ഇനി ഇത് നമുക്ക് ഷേപ്പിന് വേണ്ടി ലൂപ്പ് വയ്ക്കാനായിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു പീസ് ഇതുപോലെ ചീത്തവശത്തേക്ക് വെച്ചിട്ട് നമ്മൾ മറിച്ചടിക്കും. ചീത്തവശത്തേക്ക് മറിച്ച് വെച്ച് അടിക്കുക. ഇതുപോലെ തയ്യൽ തുമ്പിട്ട് ഇരുപത്തഞ്ച് ഇഞ്ച് നീളമുണ്ട് കേട്ടോ ഇതിന്. ഇങ്ങനെ അടിച്ചതിന് ശേഷം ഈ അറ്റത്ത് സ്ക്വയറായിട്ട് ഇങ്ങനെ അടിക്കും. ഇട്ടിട്ട് നിർത്താം. കണ്ടോ? എന്നിട്ട് നമ്മൊരു എന്തെങ്കിലും വെച്ച് വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നല്ല വശമൊക്കെ എടുക്കണം കേട്ടോ. അങ്ങനെ 2 പീസും അടിച്ചെടുക്കുക. ഇനി നമുക്ക് ഇതിന് പ്ലീറ്റ് ഇടാനാണുള്ളത്. നമുക്ക് പ്ലീറ്റിനുള്ളതാണ്. ബോഡി പീസിൽ താഴത്ത് പ്ലീറ്റ് വെക്കാനായിട്ടുള്ളതാണ്. നമ്മൾ 4 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇതെല്ലാവരും ജോയിൻറ്റ് ചെയ്ത് കുഞ്ഞു പ്ലീറ്റ് ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ ഇതിൽ വലിയ സ്റ്റിച്ച് ഇട്ടിട്ട് കെട്ടിടാതെ നമ്മൾ അടിച്ചു പോയിട്ട് നമ്മൾ ഈ നൂല് പിടിച്ച് വലിച്ച് ഇങ്ങനെ പ്ലീറ്റാക്കി എടുത്താലും മതി. ഞാനിപ്പോൾ ഇങ്ങനെ കുഞ്ഞു പ്ലീറ്റാണ് എടുത്തിടുന്നത്. ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇങ്ങനെ കംപ്ലീറ്റ് നമ്മൾ 4 പീസ് ഉണ്ടായിരുന്നത്
കട്ട് ചെയ്തപ്പോൾ. അത് 4ഉം ഇതുപോലെ ജോയിൻ്റ് ചെയ്തതിന് ശേഷം മൊത്തം ഇതുപോലെ തന്നെ എടുക്കുക. അടിച്ചെടുത്തതിന് ശേഷം ഞാനിത് കാണിക്കാം. അടിച്ചെടുത്ത് നമ്മൾ ഉപ്പും മറിച്ചിട്ട് സ്ലീവും അടിച്ചെടുത്തതിന് ശേഷം ഞാൻ കാണിക്കാം.